Dear students, in this class let us learn about ion exchange chromatography. Ion exchange chromatography is a process by which a mixture of similar charged ions can be separated by using an ion exchange resin which exchanges ions according to their relative affinities. Ion exchange resins are insoluble, cross-linked, long-chain organic polymers having functional groups suitable for the ion exchange purpose. There are two types of ion exchange resins. One is cation exchange resin, which contains acidic functional groups like SO3H, COOH, which is a sulfonic acid group or the carboxylic acid group, and are capable of exchanging H plus ions for their cations. Ion exchange ക്രൊമാറ്റോഗ്രഫി ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് ഉപയോഗിച്ച് നടത്തുന്ന ക്രൊമാറ്റോഗ്രഫിനെയാണ് നമ്മൾ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള അയൺ എക്സ്ചേഞ്ച് റെസിൻസ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് സ്റ്റേഷനറി ഫേസ് ആയിട്ട് എടുക്കും. അയൺ എക്സ്ചേഞ്ച് റെസിൻസിനെയാണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഈ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസ്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും, അതായത് SO3H ഗ്രൂപ്പും COOH ഗ്രൂപ്പും ആയിരിക്കും പോളിമറിന്റെ അറ്റത്ത് ഉണ്ടാവുക. അപ്പൊ ഓർഗാനിക് പോളിമേഴ്സ് ആയിരിക്കും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി SO3H ഗ്രൂപ്പും COOH ഗ്രൂപ്പും ഉള്ളത് കാരണം കാറ്റയോൺസ് ഈ H+ അയോൺ, അറ്റത്തുള്ള H+ അയോൺസുമായിട്ട് എക്സ്ചേഞ്ച്ഡ് ആവും. അപ്പൊ ഏതെങ്കിലും കാറ്റയോൺസിനെ നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ H+ അയോൺസിന്റെ സ്ഥാനത്ത് ഈ പുതിയ അയോൺസ്, ഏതെങ്കിലും ഒരു പുതിയ കാറ്റയോൺസ് വന്ന് ഇരിക്കുമ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് അതിനെ എല്യൂട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ ടൈപ്പ് ക്രൊമാറ്റോഗ്രഫിയാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഇനി ടു ടൈപ്പ് ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് ഉണ്ട്. അടുത്തത് ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്. Anion exchange resins are resins which contain basic functional groups like NH3OH or double bond NH2OH and are capable of exchanging their anions, that is OH minus ion for other anions. Modern synthetic ion exchange resins were first used in 1935 by Adams and Holmes. ആനിയോൺ എക്സ്ചേഞ്ച് റെസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനിയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസിൻ ആണ്. അപ്പൊ അതിന്റെ എൻഡില് അല്ലെങ്കിൽ അറ്റത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ടെർഷ്യറി അമീൻ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡറി അമീൻ ഗ്രൂപ്പ് ആയിരിക്കും. ടെർഷ്യറി അമീൻസ് വരാം, സെക്കൻഡറി അമീൻ വരാം. ഇനി അമീൻസ് വരുന്നതിന്റെ കൂടെ തന്നെ OH ഗ്രൂപ്പും കൂടെ വരും, അതായത് NH3OH, NH2OH. ഈ OH മൈനസ് അയോൺസിനെ ഏതെങ്കിലും ഒരു ആനയോൺ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുള്ളത് Cl മൈനസ് ആണ്. അപ്പൊ OH മൈനസിന്റെ അയോണിന് മാറിയിട്ട് അതിന്റെ സ്ഥാനത്ത് വന്ന് നമ്മുടെ സാമ്പിളിലുള്ള Cl മൈനസ് അയോൺസ് വന്നിരിക്കും. അപ്പൊ സ്റ്റേഷനറി ഫേസിൽ തുടക്കത്തിൽ OH മൈനസ് അയോൺസ് ആയിരിക്കും ഇവിടെ ഇരുന്നത്. നമ്മൾ സാമ്പിൾ ഇട്ട് കൊടുക്കുമ്പോൾ സാമ്പിളിലുള്ള Cl മൈനസ് അയോൺസ് അതിന്റെ സ്ഥാനത്ത് വരും. OH മൈനസ് അയോൺസ് പോവും, അവിടെ നിന്ന് എക്സ്ചേഞ്ച്ഡ് ആയിട്ട് പുറത്തേക്ക് പോവും. ഈ ടൈപ്പ് ക്രൊമാറ്റോഗ്രഫിനെയാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. Now let us discuss the principle behind ion exchange chromatography. Ion exchange chromatography depends on the attraction between oppositely charged stationary phase known as ion exchanger and the analyte. The ion exchanger consists of an inert support medium coupled covalently to positive or negative functional groups, that is anion exchanger or cation exchanger. To these covalently bound functional groups, the oppositely charged ions are bounded, which will be exchanged with like charged ions in the sample having charge magnitude more than the ions bounded to the matrix.
Thus, if anion exchange chromatography is performed, the negatively charged sample components will interact more with the stationary phase and will be exchanged for the charged ions already bounded to the matrix. Ion exchange chromatography uses ion exchange resins packed in a column. It is a special field of liquid-solid chromatography. The method is based on the differential distribution of sample components between two phases, a stationary phase and a mobile phase. The stationary phase consists of the ion exchanger column, while the mobile phase is a suitable solvent which moves through the column. Ion exchange chromatography is specifically applicable to the separation of ionic species. The first step in the process involves the preparation of the ion exchanger column. A slurry of the suitable ion exchanger in the liquid to be used as the eluent is first prepared. The slurry is poured into a long glass tube fitted with a porous plug near the bottom end. Once the packing is set, the sample solution containing the ions is introduced at the top of the column. In ion exchange chromatography, the quantities of the ions are kept smaller compared with the total capacity of the column for ions. The ions are selectively retained by the ion exchanger through the process of ion exchange with the solvent. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയിൽ നടക്കുന്നത്. നമുക്ക് ഏതൊരു കോളം ക്രോമാറ്റോഗ്രഫി ചെയ്യണ പോലെ തന്നെ കോളത്തിലാണ് ഇത് ചെയ്യുന്നത്. ഈ കോളത്തിലാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് എടുക്കുന്നത്. സ്റ്റേഷനറി ഫേസ് എപ്പോഴും ഒരു അയൺ എക്സ്ചേഞ്ച് റെസിൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു അയൺ എക്സ്ചേഞ്ച് റെസിൻ വെള്ളവുമായിട്ട് കലക്കി സ്ലറി ഉണ്ടാക്കിയിട്ട് അത് ഈ കോളത്തിൽ അല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബിൽ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സാമ്പിളിന്റെ സൊല്യൂഷൻ ഏതെങ്കിലും ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ കലക്കി അതാണ് നമ്മുടെ മൊബൈൽ ഫേസ്. ആ മൊബൈൽ ഫേസിനെ ഈ സ്റ്റേഷനറി ഫേസിലൂടെ ഒഴിക്കുക. അപ്പൊ പതുക്കെ പതുക്കെ ഈ മൊബൈൽ ഫേസ് ഈ സ്റ്റേഷനറി ഫേസിലൂടെ ഒഴുകും. ഒഴുകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് സംഭവിക്കും. എത്ര അയോൺസ് എക്സ്ചേഞ്ച്ഡ് ആവണം എന്ന് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പിളിലുള്ള ക്വാണ്ടിറ്റി ഓഫ് അയോൺസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം, അല്ലെങ്കിൽ കോളത്തിന്റെ കപ്പാസിറ്റി കൂടുതലായിരിക്കണം. എപ്പോഴും കോളത്തിന്റെ കപ്പാസിറ്റി കൂടുതലായിരിക്കണം റാദർ ദാൻ ദി ക്വാണ്ടിറ്റി ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ ദി സാമ്പിൾ. അത് ഓർക്കേണ്ടതാണ്. ഇനി ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചില പോസിറ്റീവ് അയോൺസ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ച്ഡ് ആവും. അതായത് കോളത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അത് എക്സ്ചേഞ്ച്ഡ് ആവാൻ സാധ്യതയുണ്ട്. ചിലതിന് വലിയ അഫിനിറ്റി അയൺ എക്സ്ചേഞ്ച് റെസിൻസിനോട് ഉണ്ടാവില്ല, ചില കാറ്റയോൺസിനും. അപ്പൊ അത് താഴെയായിരിക്കും എക്സ്ചേഞ്ച്ഡ് ആവുക. അപ്പൊ അതിന് താഴെ കാണാൻ പറ്റും. അതായത് കോളത്തിന്റെ താഴെയായിരിക്കും അത് എക്സ്ചേഞ്ച്ഡ് ആവുന്നത്. നല്ലോണം അഫിനിറ്റി ഉള്ളതൊക്കെ മുകളിലായിരിക്കും എക്സ്ചേഞ്ച്ഡ് ആവുന്നത്. These cation exchanges are useful for separation of cations such as protonated base, and anion exchange columns are used for anions or acidic samples. If the stationary phase is represented by R minus or R plus and the sample by X plus and X minus, retention in ion exchange chromatography can be represented as X plus plus R minus K plus gives. What will happen? The X plus will come instead of K plus. So X plus R minus and K plus will go away or will be washed through the mobile phase. What happens if you are using negative ions? X minus plus R plus plus Cl minus. This is the resin. What happens? The X minus comes in place of Cl minus. So X minus R plus plus Cl minus. Cl minus flows along with the mobile phase. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. നമ്മുടെ സാമ്പിളിലുള്ള ഒരു കാറ്റയോൺ ആണ് എക്സ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റെസിൻ. റെസിന്റെ അറ്റത്ത് ഒരു കെ പ്ലസ് അയോൺസ് ഉണ്ട്. അപ്പൊ ആ കെ പ്ലസ് അയോണിനെ തള്ളി മാറ്റിയിട്ട് ഈ എക്സ് പ്ലസ് അതിന്റെ സ്ഥാനത്ത് വന്നിരിക്കും. അതായത് ഒരു കസേര കളി പോലെ. കസേര കളി കളിച്ചിട്ടുള്ള എല്ലാവർക്കും
അതറിയാവുന്നതാണ്. ഒരാളെ മാറ്റിയിട്ട് അവിടെ വന്ന് വേറൊരു കാറ്റയോൺ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയ റെസിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. K+ ആണെങ്കിൽ പുറത്തേക്ക് പോയത് കാരണം അത് ഈ മൊബൈൽ ഫേസിലൂടെ ഒഴുകി താഴേക്ക് പോകും. ഇനി ഇതുപോലെ തന്നെയാണ് നെഗറ്റീവ് അയോൺ ഉണ്ടെങ്കിൽ നെഗറ്റീവ് അയോൺ X- ആണ്. അപ്പൊ R+Cl- എന്ന് പറയുന്നത് റെസിൻ ആണ്. ആ റെസിന്റെ ഉള്ളിലേക്ക് Cl- ഉന്തി മാറ്റിയിട്ട് X- ആ സ്ഥാനത്ത് വന്നിരിക്കും. അപ്പൊ Cl- മൊബൈൽ ഫേസിലൂടെ ഒഴുകി പോവും. പുതിയ റെസിൻ ഇങ്ങനെയാണ് ഇരിക്കുക, X- R+. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഈ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയിൽ നടക്കുന്നത്. Now, what are the requirements? We require a column which is a glass stainless steel tube. Packing the column, wet packing method is used. A slurry is prepared of the eluent with the stationary phase powder and then carefully poured into the column. Care must be taken to avoid air bubbles. Application of the sample. After packing, sample is added to the top of the stationary phase. Use syringe or pipette. This layer is usually topped with a small layer of sand or with cotton or glass wool to protect the shape of the organic layer from the velocity of the newly added eluent. നമുക്ക് ആദ്യം കോളം വേണം. കോളം ഗ്ലാസ് വെച്ചിട്ടുള്ളതാവാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് സ്ലറി കലക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അയൺ എക്സ്ചേഞ്ച് റെസിൻസിന്റെ സ്ലറി ഒഴിക്കുക. എന്നിട്ട് എയർ ബബിൾസ് ഇല്ലാതെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് സാമ്പിൾ മൊബൈൽ ഫേസിൽ കലക്കിയിട്ട് സിറിഞ്ച് വഴി അതിനൊഴിക്കുക, അല്ലെങ്കിൽ പിപ്പറ്റ് വഴിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിന്റെ മുകളിൽ വേണമെങ്കിൽ ചെറിയ ലെയർ കോട്ടണോ അല്ലെങ്കിൽ സാൻഡോ ഗ്ലാസ് ബുള്ളോ ചെയ്യാവുന്നതാണ്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ മൊബൈൽ ഫേസ് വേണം. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് എടുത്തിട്ട് നമ്മൾ സാമ്പിൾ അതിൽ കലക്കുക. അതാണ് മൊബൈൽ ഫേസ്. So mobile phase can be acids, alkalis or buffers. Stationary phase is the ionic compound consisting of the cationic species and the anionic species. Elution is components of mixtures separate and move down the column at different rates depending upon the affinity of the ion for ion exchanger. The eluates are collected at different stages. The retained ions can be eluted using a suitable eluent capable of regenerating the original ion exchange resin. The least firmly held ion will be released by the resin first, and this is carried out of the column by the eluent. Thus, the ions come out of the column in the increasing order of their retention by the exchanger. The most firmly held ion will come out last only. Thus, separation of the ions are affected by the differential rates of migration. എലൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ സാമ്പിളിനെ മൊബൈൽ ഫേസിൽ കലക്കി സ്റ്റേഷനറി ഫേസിന്റെ മുകളിലൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും. അതായത് പലരും പല സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഇപ്പൊ നമുക്ക് കളറുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കളേർഡ് സോൺ ആയിട്ട് നമുക്ക് ഈ കോളത്തിന്റെ ഉള്ളിൽ പല പല കളേർഡ് സോൺസ് കാണാം. റെഡ് കാണാം, ബ്ലൂ കാണാം, ഗ്രീൻ കാണാം. ഇനി നമുക്ക് ഇതിനെ എലൂട്ട് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതായത് റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് പറ്റിയ ഒരു സോൾവെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ആ റെഡ് കളേർഡ് കോമ്പൗണ്ട് മാത്രം നമുക്ക് അതിൽ ലയിച്ച്, അതായത് റെഡ് കളേർഡ് കോമ്പൗണ്ട് മാത്രം ഈ പുതിയ എലൂവെന്റിലേക്ക് വേഗം വന്നിട്ട് അത് മാത്രം നമുക്ക് കിട്ടുമ്പോൾ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് അലിയിപ്പിച്ച് അല്ലെങ്കിൽ ലയിപ്പിച്ച് ഓരോ പറ്റിയ സോൾവെന്റിലും ലയിപ്പിച്ച് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ഈ ലയിപ്പിക്കുന്നതിനോടൊപ്പം റെസിനെ പഴയ അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിക്കും. നമ്മൾ കണ്ടതാണ് റെസിന്റെ പുതിയ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് X+ ഇട്ട് K+ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെയായി റെസിൻ. അപ്പൊ ഈ റെസിന്റെ ഉള്ളിൽ X+ മാത്രം നമുക്ക് എടുക്കണം. അതിനു വേണ്ടിയാണ് എലൂവെന്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എലൂവെന്റിൽ എന്തായാലും ഒരു എന്താ പറയാ, ഈ റെസിനെ പഴയ അവസ്ഥയിലേക്ക്, അതായത് K+ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോൾവെന്റ് ആയിരിക്കണം നമ്മൾ എലൂവെന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്.
അപ്പൊ നമുക്കറിയാവുന്നതാണ് ഈ എലൂവെന്റിലുള്ള K+ എന്ന് പറയുന്നത് വീണ്ടും തിരിച്ച് ഈ X+ന്റെ സ്ഥാനത്ത് വന്നിരിക്കും. അതായത് X+ മാറിയിട്ട് അവിടെ K+ വന്നിരിക്കും. അപ്പൊ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി പിന്നെയും ചെയ്യാവുന്നതാണ്. ഇലൂഷന് ശേഷം പിന്നെയും നമുക്ക് വേണമെങ്കിൽ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി വേറെ കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ വേറെ സാമ്പിളിന് ചെയ്യാവുന്നതാണ്. അതായത് ഈ റീജനറേഷൻ ഓഫ് റെസിൻ അതിനെയാണ് ഇലൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തുടക്കത്തിൽ റെസിൻ ഇതായിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു. ആ റെസിനെ നമ്മൾ വീണ്ടും ഏതെങ്കിലും ഒരു സോൾവെന്റ് ഒഴിച്ചിട്ട് പഴയതുപോലെ ആക്കുക. അതായത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വീണ്ടും അതിനെ പഴയതുപോലെ K+ അല്ലെങ്കിൽ Cl- ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥേനെയാണ് നമ്മൾ എലൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എലൂവെന്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറ്റിയ ഏതെങ്കിലും ഒരു സോൾവെന്റ് ഉപയോഗിക്കണം. അപ്പൊ എല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ K+ഉം Cl- ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിനോടൊപ്പം X+ഉം X- എലൂവെന്റിൽ ലയിച്ച് താഴേക്ക് ഒഴുകി വരും. ആ പ്രോസസ്സിനെയാണ് എലൂഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് പല അഫിനിറ്റി ഉള്ളവരുണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ അഫിനിറ്റി, അതായത് അയൺ എക്സ്ചേഞ്ച് റെസിനോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ള ആള് കോളത്തിന്റെ ഏറ്റവും മുകളിലായിരിക്കും. അപ്പൊ അതിനെ എല്യൂട്ട് ചെയ്യാനായിരിക്കും ഏറ്റവും പാട്. അത് എല്യൂട്ട് ചെയ്ത് കിട്ടാൻ പോണത് ലാസ്റ്റ് ആയിരിക്കും. താഴെ കോളത്തിന്റെ ഏറ്റവും താഴെ എക്സ്ചേഞ്ച്ഡ് ആയ സബ്സ്റ്റൻസ് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് എല്യൂട്ടഡ് ആവുന്നത്. അതായത് അതായിരിക്കും എലൂവെന്റിൽ ഏറ്റവും പെട്ടെന്ന് ഡിസോൾവ് ആവുന്നതും അതിനെ നമുക്ക് പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും പാട് മുകളിൽ ഉള്ളവരെ എല്യൂട്ട് ചെയ്യാനായിരിക്കും. ഓക്കെ, ഇതാണ് എലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എലൂഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ സൊല്യൂഷൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അനാലിസിസ് നടത്താവുന്നതാണ്. പല വിധത്തിലുള്ള അനാലിസിസ് നടത്താം. സ്പെക്ട്രോഫോട്ടോമെട്രി, ഫ്ലെയിം ഫോട്ടോമെട്രി, പൊളാരോഗ്രഫി, കണ്ടക്ടോമെട്രി അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഐഡന്റിഫിക്കേഷനും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സാമ്പിൾ മിക്സ്ചർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു കോട്ടൺ വെച്ചിട്ട് അടച്ചു വെച്ചു. കോളം ഇതാണ്. അപ്പൊ നമ്മളിത് പതുക്കെ പതുക്കെ നീങ്ങുന്ന ഫ്ലോ ചെയ്യുന്ന അനുസരിച്ച് കളേർഡ് സോൺസ് ഉണ്ടായി. ബ്ലൂ മുകളിലുണ്ട്, പിന്നെ റെഡ് താഴെയായിരുന്നു. അപ്പൊ നമ്മൾ പതുക്കെ ഇതിനെ പറ്റിയ എലൂഷൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തു. എലൂഷൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തപ്പോ ഈ റെഡ് മാത്രം പതുക്കെ ഡിസോൾവ് ആയിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ചും കൂടെ നല്ല എലൂവെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈസിലി ആയിട്ട് അഫിനിറ്റി അല്ലെങ്കിൽ ഈസിലി ആയിട്ട് എലൂട്ടഡ് ആവുന്ന ഒരു കമ്പോണന്റ് ആയിരുന്നു ഈ റെഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ആദ്യം വന്നത്. അതിനെ ആദ്യം നമുക്ക് കിട്ടി. അതിനെ പെട്ടെന്ന് എലൂട്ടഡ് ആവാൻ പറ്റി. ഇനി ബ്ലൂ എന്ന് പറഞ്ഞ കമ്പോണന്റിനെ അത്രയ്ക്ക് പെട്ടെന്ന് എലൂട്ടഡ് ആയിട്ട് കിട്ടില്ല. അതുപോലെ ഡാർക്ക് ബ്ലൂ, ഇവിടെ രണ്ട് ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ഉണ്ട്. ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞ കമ്പോണന്റിനെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് എല്യൂട്ട് ചെയ്യാം. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഇവിടെ എല്യൂട്ടഡ് ആയിട്ടുണ്ട് അടുത്ത സോൾവെന്റ് ഒഴിച്ചപ്പോൾ. പിന്നെ ഈ ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കമ്പോണന്റ് ഏറ്റവും മുകളിൽ കണ്ട സാമ്പിൾ ആയിരുന്നു. അതിനെ എല്യൂട്ടഡ് ആവാൻ കുറച്ചും കൂടെയും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് പറ്റിയ സോൾവെന്റ് ഉപയോഗിച്ചിട്ട് അതിനെയും ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മൂന്നിന്റെ എല്യൂഷൻ നടത്താൻ പറ്റി. ഏറ്റവും പെട്ടെന്ന് എല്യൂട്ടഡ് ആയത് റെഡ് കമ്പോണന്റ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ പോലത്തെ ഒരു കമ്പോണന്റ്. അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് വന്നത് ഇത് ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള കമ്പോണന്റ്. ഇങ്ങനെ നമ്മൾ മൂന്നിനെയും സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് ക്രോമാറ്റോഗ്രഫി. ഓക്കെ, the process of extracting a substance that is adsorbed to another by washing it with a solvent. അതായത് ഇത് ഇവിടെ അഡ്സോർബ്ഡ് ആയിട്ടുണ്ട്. അതിനെ നമ്മളൊരു എലൂവെന്റ് ഉപയോഗിച്ചിട്ട് പതുക്കെ വാഷ് ചെയ്തെടുക്കുന്നു. ആ വാഷ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എലൂവേറ്റ് എന്ന് വിളിക്കുന്നത്. So the substance used as a solvent in elution is called eluent, and the solution of the solvent and the substance that was adsorbed to another is called eluvate. Now let us discuss the applications of ion exchange chromatography.
Ion exchange chromatography has been widely used in inorganic chemistry for the separation of various compounds. The important applications are ion exchange chromatography is used in the separation of lanthanide ions, which have similarity in most of their properties, and hence a separation by chemical methods is very difficult. Ion exchange chromatography is used to convert one salt to another. That is, we can prepare tetrapropyl ammonium hydroxide from a tetrapropyl salt of some other anion. It is also useful for the pre-concentration of trace components of a solution to obtain enough for analysis. അതായത് സൊല്യൂഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനുവേണ്ടിയും നമുക്ക് ക്രൊമാറ്റോഗ്രഫി അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു സോൾട്ടിനെ വേറെ സോൾട്ട് ആക്കാൻ അതിനു വേണ്ടി അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ഈസ് ഓൾസോ യൂസ് ടു പ്രിപ്പയർ ഡീഅയണൈസ്ഡ് വാട്ടർ, അതായത് വെള്ളത്തിലുള്ള എല്ലാ അയോൺസിനെയും കളയാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. Water polishing equipment used in many laboratories uses several ion exchange cartridges. വാട്ടർ പോളിഷിങ്ങിന് നമുക്ക് അയൺ എക്സ്ചേഞ്ച് യൂണിറ്റ് വേണ്ടി വരും. അതായത് വാട്ടറിലുള്ള അയോൺസ് അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് ഇത്. Separation of similar ions. A mixture of sodium, hydrogen and potassium can be separated using cation exchange resin. Similarly, a mixture of chloride, bromide and iodide can be separated using basic anion exchange resin. Next one is softening of hard water. Hardness of water due to calcium and magnesium and other divalent ions can be removed by this method. The water is passed through cation exchange charged with the sodium ions, and calcium and magnesium ions retain in the column while sodium is exchanged. Calcium and magnesium ions enter the ion exchange resin and sodium goes out. Next application is removal of interfering radicals. Phosphate ion is the interfering one with the calcium and barium ion estimation or identification. Phosphate is removed using sulfonic acid cation exchange resin, and calcium and barium ions are exchanged with H plus ions while phosphate ion pass through the column. Next is separation of lanthanides. I have already told lanthanum, yttrium, cerium, rubidium, etc. can be exchanged. Ion exchange chromatography is used for the separation of lanthanide ions, and the solution of a mixture of lanthanide ions is passed through a column packed with a cation exchange resin capable of exchanging H plus ions for the lanthanide ions. And the lanthanide ion having the highest capacity to undergo exchange reaction is held near the top of the column, while the other ions get held further down the column in the decreasing order of their capacities to undergo exchange. Partial separation of the ions is thereby effected in the column itself. അപ്പോൾ നമ്മൾ കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ലാന്തനൈഡിന്റെ ഒരു മിക്സ്ചർ എടുക്കുക. ലാന്തനൈഡ് അയോൺസ് പറഞ്ഞാൽ എല്ലാ ലാന്തനൈഡ് അയോൺസും ഉണ്ടാവും. ലാന്തനം, ഇട്രിയം, സീരിയം അങ്ങനത്തെ എല്ലാവരെയും കൂടെ കലക്കിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി എക്സ്ചേഞ്ച് റിയാക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള അയോൺ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും. അത്ര എക്സ്ചേഞ്ച് കപ്പാസിറ്റി ഇല്ലാത്ത ലാന്തനൈഡ്സ് താഴെയായിരിക്കും. ഇനി അതിനെ എല്യൂട്ട് ചെയ്യണം. എല്യൂട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. The ions held in the column are then eluted with a citrate buffer solution. The lanthanide ion that has the maximum preference for the formation of the lanthanum citrate complex gets eluted first and comes out of the column first. The others get eluted in the decreasing order of affinity for the citrate to form the citrate complexes. Citrate buffer ഉപയോഗിച്ചിട്ടാണ് എല്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ സിട്രേറ്റ് ബഫറിനോട് കൂടുതൽ താല്പര്യമുള്ള ലാന്തനൈഡ് അയോൺ ആയിരിക്കും ആദ്യം എലൂട്ടഡ് ആയിട്ട് കിട്ടുന്നത്.
ഒട്ടും അഫിനിറ്റി സിട്രേറ്റ് അയോണോട് ഇല്ലാത്ത ലാന്തനൈഡ് അയോൺ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് പുറത്തേക്ക് വരുന്നത്. Anions such as, next application is anions such as Cl minus, thiocyanate ion, sulfate ion, phosphate ion can be separated on the anion exchange resin. An elution is then carried out with a dilute solution of a base so as to get the anions. പല ആനിയോൺസും നമുക്ക് തന്നിട്ടുണ്ട്, അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ കടത്തി വിട്ടാൽ മതി. എന്നിട്ട് അവസാനം അതിനെ എല്യൂട്ട് ചെയ്യണം. Next application is half-autoric metal ions such as Al3+, Zn2+, etc. can be separated from other metal ions in a mixture by ion exchange method. All of them are first retained on a cation exchanger. The half-autoric species are then eluted out as aluminate or zincate using alkali. half-autoric metal ions ആണ് ഈ അലൂമിനിയം, സിങ്ക് ഒക്കെ. അപ്പൊ ഇതിനെ ഒന്ന് എല്യൂട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ കടത്തി വിടുക, എന്നിട്ട് അതിനെ എല്യൂട്ട് ചെയ്യുക. എല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ അലൂമിനേറ്റ് ആക്കുക അല്ലെങ്കിൽ സിങ്കേറ്റ് ആക്കുക. അപ്പൊ ആൽക്കലി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവും, സോഡിയം സിങ്കേറ്റ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതും ഒരു മെത്തേഡാണ്. Ion exchange chromatography has become a valuable tool in biochemical separations of amino acids obtained by the hydrolysis of proteins. The use of a strongly acidic cation exchange resin in the column and the use of sodium citrate buffer as eluent enable the separation of the acidic, basic and neutral amino acids, provided the elution is carried out on different pH conditions. പല അമിനോ ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഈ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ, അസിഡിക് ആയിട്ടുള്ള കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ഉപയോഗിക്കണം കോളത്തിൽ. എന്നിട്ട് നമ്മൾ അതിനെ എലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഡിയം സിട്രേറ്റ് ബഫർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അസിഡിക് അമിനോ ആസിഡ്സിനെ വേറെ ആയിട്ട് കിട്ടും, ബേസിക് അമിനോ ആസിഡ്സ് വേറെ ആയിരിക്കും, ന്യൂട്രൽ അമിനോ ആസിഡ്സ് വേറെ ആയിരിക്കും. അങ്ങനെ 3 സെപ്പറേറ്റ് സോൺസ് ആയിട്ട് കിട്ടി അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ കാറ്റയോൺസ് കോസിങ് ഇന്റർഫിയറൻസ്. Can be removed by passing through the solution of cation exchange chromatographic column. In the estimation of calcium by the oxalate method, removal of interfering phosphate is necessary and the calcium ion containing phosphate impurity is passed through a column of strongly acidic cation exchange resin. The calcium ions get exchanged with the H+ ions while the phosphate ions pass through the column undisturbed. The calcium ion retained on the resin can then be eluted by hydrochloric acid and then estimated by precipitation as calcium oxalate. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇന്റർഫിയറൻസ് വരുന്ന കാറ്റയോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ, എസ്റ്റിമേഷൻ പ്രോസസ്സിൽ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ എക്സ്ചേഞ്ച് റെസിൻസ് അല്ലെങ്കിൽ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ കാൽസ്യം ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ ഓക്സലേറ്റ് മെത്തേഡാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഫോസ്ഫേറ്റിനെ മാറ്റി കളയണം. ഫോസ്ഫേറ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഫോസ്ഫേറ്റ് ഉള്ള കാൽസ്യം സൊല്യൂഷന് നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ കടത്തി വിടുന്നു. അപ്പൊ Ca2+ അയോൺസ് മാത്രം ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ പറ്റിപ്പിടിക്കും. ഈ പറ്റിപ്പിടിച്ചിട്ടുള്ള കാൽസ്യം അയോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ എല്യൂട്ട് ചെയ്തെടുക്കണം. എല്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സാധാരണയായിട്ട് പാസ് ചെയ്യാം. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് പാസ് ചെയ്യുമ്പോൾ കാൽസ്യം അയോൺസ് പുറത്തേക്ക് വന്നിട്ട് H+ അയോൺസ് ആ റെസിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ നമുക്ക് കാൽസ്യം അയോൺസ് മാത്രമായിട്ട് കിട്ടും, എല്ലാ ഫോസ്ഫേറ്റും മാറി പോയിട്ടുണ്ടാവും. ഓക്സലേറ്റ് മെത്തേഡ് ചെയ്യാൻ എളുപ്പമാവും. Another application is the separation of sugars. This complex sugars can be complexed and then separated by a ion exchange chromatography. Usually this complex is separated on the resin D-wax. Okay.
Other applications are concentration of traces of ion in a dilute solution and softening of hard water, demineralization of water, etc. can be achieved by ion exchange chromatography. And there are still certain other applications for the measurement of various active ingredients in medicines, for the measurement of drugs and their metabolites in serum and urine, for residue analysis in food raw materials, for the measurement of additives such as vitamins and preservatives in foods and beverages. ഇത് മെയിൻ ആയിട്ട് മെഡിസിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടെത്താനും പിന്നെ അത് മാത്രമല്ല ഫുഡിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്താണ്, ബ്ലഡിൽ അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടോ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉണ്ടോ, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി. ഒന്നും കൂടെയും ആപ്ലിക്കേഷൻസ് റീവൈൻഡ് ചെയ്യായിരുന്നു. ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ലാൻഡനൈഡ് അയോൺസിന് വേണ്ടിയാണ് ഈ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ആനയോൺസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ സിമിലർ ആയിട്ടുള്ള കാറ്റയോൺസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സിന്റെ സെപ്പറേഷന് വേണ്ടി നമുക്ക് പ്രോട്ടീൻസിന്റെ ഹൈഡ്രോളിസിസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ അമിനോ ആസിഡ്സ്. അതിന്റെ സെപ്പറേഷന് വേണ്ടി നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റയോൺസ്, ഇന്റർഫിയർ ചെയ്യുന്ന കാറ്റയോൺസ് അല്ലെങ്കിൽ ആനയോൺസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ, എസ്റ്റിമേഷൻ മെത്തേഡിലോ അനാലിസിസ് മെത്തേഡിലോ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡി അയണൈസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിലുള്ള എല്ലാ മിനറൽസിനെ മാറ്റിയെടുക്കുക, എന്നിട്ട് ഡി അയണൈസ്ഡ് ആയിട്ട് വാട്ടർ, H+ അയോൺസും OH- അയോൺസും മാത്രമുള്ള വെള്ളം കിട്ടാൻ, ഡി അയണൈസ്ഡ് വാട്ടർ, ഡീമിനറലൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ ആ വാട്ടർ കിട്ടാനും നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, താങ്ക് യു.